ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പൊ ബേസിക്കലി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊരു ഹേർട്ട് ബ്രേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മുറിവ്, ഉള്ളിലൊരു മുറിവ്, അത് എന്തും ആവാം, ഡിവോഴ്സ് ആവാം, ബ്രേക്കപ്പ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അതുണ്ടായിട്ടുള്ള ഒരാളാണ്. സോ എനിക്കും ഞാൻ അതിൽ കൂടെ കടന്നു പോയിട്ട് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോകണമെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ആരൊക്കെ പറഞ്ഞു കല്യാണം കഴിഞ്ഞു, ഒരു ലൈക്ക് വൈഫും കുഞ്ഞുള്ള ഒരാളല്ലേ, അങ്ങനെ ചെയ്യാമോ, ഗംഗ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഞാൻ ഇങ്ങനെ പല ഇതുണ്ടായതുകൊണ്ട് ഗംഗ അതിലൊരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന്. സോ ഞാൻ ആദ്യമേ പറയാം, നമ്മുടെ ചാനലിൽ ഇന്നേ വരെ നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ കാര്യംസും പേഴ്സണൽ പ്രോബ്ലംസും ഞാൻ എടുത്തു വെച്ച് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ നിന്ന് തന്നെ എന്താ കോണ്ടന്റ് എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗ്ലാമി ഗംഗ ഒരു 4-5 മണിക്കൂർ മുമ്പ് ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. വീഡിയോയുടെ ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷേ ലവ് സ്റ്റോറിയുടെ ഒരു തുടക്കത്തിൽ ആദ്യത്തെ ഒരു 12-13 മിനിറ്റോളം ഗ്ലാമി സംസാരിക്കുന്നത് റീസെൻ്റ്ലി ഉണ്ടായ കോൺട്രവേഴ്സിനെ പറ്റിയാണ്. ഇപ്പം ഞാനൊരു ഇൻട്രോ പോലെ എന്താ വിഷയം എന്ന് പറയാം. ഗ്ലാമി കുറച്ച് ദിവസം മുമ്പ് ഗ്ലാമി ഈസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ് എന്ന് പറയുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അതിനുശേഷം ആൾ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്ലാമി എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ഒരു ഡിവോഴ്സിയാണ്. അപ്പം അതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഈ വിഷയത്തെ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്തു സംസാരിച്ചു. അപ്പം ഞാനും ഈ ടോപ്പിക്ക് കണ്ടെങ്കിലും സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ കരുതി ഒരു പെൺകുട്ടീൻ്റെ ജീവിതത്തിൽ നടക്കുന്ന നല്ലൊരു കാര്യമാണ് അവളുടെ വിവാഹം എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ഈസി അല്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാണ്ട് അങ്ങ് വിട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഉറപ്പായിരുന്നു ഈ ഇത്രയും വീഡിയോസ് വന്നുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആളുടെ സൈഡിൽ നിന്ന് കുറച്ച് ഒപ്പീനിയൻ പറയുന്നു. അപ്പോൾ ഒപ്പീനിയൻ കാത്താണ് ഞാൻ ഇരുന്നത്. ഫൈനലി ഒപ്പീനിയൻ വന്നിരിക്കുകയാണ്. സോ അതിൽ പറഞ്ഞ കുറച്ച് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സോ എൻ്റെ വീഡിയോയിലോട്ട് അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വീഡിയോയുടെ തുടക്കത്തിൽ ഗ്ലാമി പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർട്ട്ണർ ഒരു ഹാർട്ട് ബ്രേക്ക് കൂടെ കടന്നുപോയി എന്നുള്ളത്. ഹാർട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് റിലേഷൻഷിപ്പായി കാണാം, കല്യാണമായി കാണാം, എന്തുവായിട്ട് വേണമെങ്കിലും കാണാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് വീഡിയോന്റെ ആരംഭം. നിങ്ങൾ കാണാൻ കുറെ ഗെറ്റ് റെഡി, ആ സിനിമ കാണാൻ ഗെറ്റ് റെഡി, റേഷൻ കടയിൽ പോകാൻ ഗെറ്റ് റെഡി, അക്ഷയ പോകാൻ ഗെറ്റ് റെഡി, അങ്ങനത്തെ കോണ്ടന്റ്, വീഡിയോ, പ്രാങ്ക്, ബർത്ത്ഡേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അല്ലാതെ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ദ്രോഹിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ പൈസ പറ്റിച്ചു പോയി ഇപ്പോഴും എൻ്റെ പൈസയിൽ സ്റ്റിൽ ദേ ആർ ജീവിക്കുന്നു എന്നുള്ള കുറെ ആൾക്കാരുണ്ട് എൻ്റെ ലൈക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നെ പറ്റിച്ച ആൾക്കാരുണ്ട്, എന്നെ ചതിച്ച ആൾക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ഗൈസ് ഇന്നാള് ഇന്നത് ചെയ്തു, ഇന്നാൾ എന്നെ പറഞ്ഞ് പറ്റിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ചെയ്യാമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തതെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെയും സോഷ്യൽ മീഡിയ വഴിയല്ല ഞാൻ ഒരു പ്രശ്നം തീർക്കാനുള്ളത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി പറഞ്ഞു തീർക്കുക. അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ആണ്. ഇപ്പം ഞാൻ പറയുന്നത്, എനിക്ക് നീ കാണിച്ചതോ നിൻ്റെ വീട്ടുകാരെ കാണിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് നിങ്ങളുടെ ക്യാരക്ടറില്ല, എന്നെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ പിന്നെ അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും വയ്ക്കില്ല. അതായത് എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരായിട്ട് ഞാൻ അങ്ങനെ പോയാണ് ഞാൻ പിന്നെ ലൈക്ക് ബിഹേവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ചിടാറില്ല. കാരണം അത് നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ. ഗ്ലാമിയുടെ വളരെ ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സോഷ്യൽ മീഡിയ സ്പേസിൽ ഞാൻ കുറേ മേക്കപ്പ്, ഗെറ്റ് റെഡി വിത്ത് മീ എന്നീ തരത്തിലുള്ള കോണ്ടന്റ് അല്ലാണ്ട് ഒരു പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യലില്ല എന്നുള്ളതാണ് ഗ്ലാമി ഈ വീഡിയോയിൽ വന്ന്, അല്ലെങ്കിൽ ആളുടെ വീഡിയോൻ്റെ ഒരു തുടക്കത്തിൽ പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ നടക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ല എന്നോട് പലരും ചെയ്തിട്ടുള്ള ചീറ്റിങ്, ഈ പോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ട് അയാളെ നാറ്റിക്കാനോ സോഷ്യൽ മീഡിയയിൽ അയാളെ മോശമായി ചിത്രീകരിക്കാനോ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്ന രീതിയിലാണ് ഗ്ലാമി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്ലാമി ഗംഗയ്ക്ക് ഇവിടെ സംഭവിച്ചത് ആളൊരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്, മില്യൺസോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുള്ളിക്കാരി ഒരാളെ വിവാഹം കഴിക്കാൻ പോകുമ്പം ഓട്ടോമാറ്റിക്കലി ഇതുവരെ കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടിയാവുമ്പം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതുപോലൊരു കല്യാണം കഴിക്കാത്തൊരു പുരുഷനെ. പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു കുട്ടിയുള്ള ഒരാളെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം അറിയില്ല. ആൻഡ് എല്ലാവരുടെയും അക്സെപ്റ്റൻസിൻ്റെ ആവശ്യം ഇവർക്കില്ല. ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇതെന്തായാലും ഒരു ഡിസ്കഷൻ ആവും, ഒരു ടോപ്പിക് ആവും.
ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. റിവീലിംഗ് മൈ ബോയ് ഫ്രണ്ട് ഫേസ് എന്ന് പറഞ്ഞിട്ടൊന്നും ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് കല്യാണത്തിലോട്ട് പോയാൽ അത് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇൻസ്റ്റന്റ് നിങ്ങളിതൊരു കോണ്ടന്റ് ആക്കി എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ റിവീൽ ചെയ്യുന്നു, ഇപ്പോൾ ഇതൊരു കോണ്ടന്റ് ആക്കി കഥ പറയുന്നു, ഇപ്പോൾ ഒരു കോണ്ടന്റ് ആക്കി ലവ് സ്റ്റോറി പറയുന്നു. ഇങ്ങനെ നിങ്ങൾ ഈ എപ്പിസോഡ്സ് ഫ്രണ്ടിലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ എപ്പിസോഡിൻ്റെ താഴെയൊക്കെ കുറേ കമൻസും നെഗറ്റീവും ക്രിറ്റിസിസും ഒക്കെ വരും. പിന്നെ കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരു പുരുഷനും ഭാര്യയും സെപ്പറേറ്റഡ് ആവുന്നത് അവരുടെ പേഴ്സണൽ ഇഷ്ടപ്രകാരമാണെങ്കിലും അതിൻ്റെ ഇടയിൽ വേറൊരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് മാത്രമേ കുറ്റം പറയൂ. അവൾ കാരണമാണ്, അവളത് ചെയ്തുകൊണ്ടാണ്, അവളുടെ കമ്പനീൻ്റെ ടൈമിലാണ്. ഇപ്പോൾ കൂടുതൽ പറയാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ആൾ മാരീഡായി കുട്ടിയുണ്ട് എന്ന് പറയുന്ന ഇൻ്റർവ്യൂവിൽ ഗ്ലാമി ഗംഗ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ കരുതുക, അന്ന് കല്യാണം കഴിഞ്ഞ ടൈം തൊട്ടേ ഗ്ലാമി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾ കുട്ടിയായി ജീവിക്കുന്നത് ഗ്ലാമി കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബന്ധത്തിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്ലാമി ഇടയിൽ കയറി സ്നേഹിച്ചതായിരിക്കാം, അത് പിടിച്ചതായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. ദിസ് ഇസ് സോഷ്യൽ മീഡിയ. ഇവിടെ ക്രിറ്റിസിസം ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. എന്തായാലും ഗ്ലാമി ഇപ്പോൾ ഇത്രയും കൊല്ലം സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും ഒരു പ്രോപ്പർ നോളജ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഗെറ്റ് ഇൻ ടു മാരേജ് കമൻസ് വരട്ടെ, അത് മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ ഫ്രണ്ടോട്ട് പോവുകയാണെങ്കിൽ തീർന്നു. എന്നാലും ബാക്കി പോകും. അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് ആണ്. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്, പ്രൈവസി ഇടപെട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഒക്കെ. ഇപ്പോൾ ഒരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ അല്ല സോൾവ് ചെയ്യാനുള്ളത്, ഞാൻ വിശ്വസിക്കുന്നതാണ്. അത് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫ് എന്തുകൊണ്ട് പാസ്റ്റ് ലൈഫ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ അടുത്താണ്, ഹായ് ഗൈസ് ദിസ് ഈസ് വിഷ്ണു, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, പുള്ളി മുമ്പ് മാരീഡ് ആയിരുന്നു, ഇപ്പം ഡിവോഴ്സ് അവളെ കാര്യം ഇതാണ് എന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ റിയാക്ഷൻ ചെയ്യണ ഒരാളും അല്ല. ഞാൻ പുള്ളിക്കാരൻ്റെ ലൈഫിൽ ഡിക്റ്റേറ്റീവ് അല്ല. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് അങ്ങോട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലാതെ ഇയാളുടെ മുറിവിൽ ആസിഡ് കോരി കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ മുറിവുകളിൽ മരുന്നാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഇതെന്തുകൊണ്ട് പറയാതെന്ന് വെച്ചാൽ പാസ്റ്റിലെ കാര്യം എടുത്തിടേണ്ട ആവശ്യമില്ല. പാസ്റ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇവിടെ ഗ്ലാമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ കറക്റ്റാണ്. കാരണം ഗ്ലാമി ആണെങ്കിലും ഈ പെർട്ടിക്കുലർ വ്യക്തിയാണെങ്കിലും ഒരുപാട് ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. എന്തായാലും രണ്ട് വീട്ടിലും ഒരു അക്സെപ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. ആൻഡ് എത്രയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ പറയാണ്ട് നിൽക്കുന്നോ അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നോ പറയുന്നതിനനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾ ഈ ടോപ്പിക് ഇടാണ്ട് നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കും കണ്ടന്റുമായി പോവുകയാണെങ്കിൽ ഇതൊരു ഡിസ്കഷനേ അല്ല, ഡിബേറ്റേ അല്ല, വർത്താനേ അല്ല, ഒന്നുമല്ല. ഇന്ന് നിങ്ങൾ ഇത് ഇട്ടുകൊണ്ട് ഇതെടുക്കുന്നു, ആൾക്കാർ സംസാരിക്കുന്നു, നാളെ അടുത്ത കണ്ടന്റ് വരുന്നു, എടുക്കുന്നു, സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് മാത്രം, അതിൽ കൂടുതലൊന്നുമില്ല. അവർ ജീവിച്ചോട്ടെ, ഞാൻ അങ്ങനെയല്ല. ഞാൻ ലിവ് ദ മൊമെന്റ്സ് ആണ്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇപ്പം ജീവിക്കുക എന്നാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഭൂമിയിലല്ലേ, നമ്മുടെ ഭൂമിയിൽ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുള്ളൂ ആണ്. നമ്മൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമാക്കണം. ഞാൻ ആരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചു എന്നുള്ള കമന്റ് ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി, എൻ്റെ ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറയാം, എൻ്റെ ഭയങ്കര ക്വാളിറ്റി ഉള്ള സബ്ബാണ് എൻ്റെ സബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്. കാരണം അവരുടെ കമൻറ്റ് വളരെ അവരുടെ തന്നെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് അവരുടെ തന്നെ ഒറിജിനലായിട്ടുള്ള രീതിക്കായിട്ടുള്ള അക്കൗണ്ട്, ലൈക്ക് വിമർശനമാണെങ്കിൽ വിമർശനം, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ ഒപ്പീനിയൻ. സീരിയസ്ലി ഗൈസ്, ഐ ലവ് യു. നിങ്ങൾ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾ അത് സത്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാന്നുള്ള ആൾക്കാർ എപ്പോഴും നമ്മളെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. കാരണം വാലും എവിടെന്നെങ്കിലും ഒരു വാലും തുമ്പും കേട്ടോണ്ട് വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടാകണം. സത്യം അല്ലേ? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ കാല് തട്ടി ബ്ലീഡിങ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് കുടലിനാണ്. ഇവിടെ വലിയ രസകരമായ ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് ഗ്ലാമി ഗംഗ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയക്കാർ അറിയാത്ത കാര്യങ്ങൾ ഇല്ലാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നു. എനിക്ക് ആരൊക്കെ അങ്ങനെ പറഞ്ഞു, എങ്ങനെയൊക്കെ പറഞ്ഞില്ല എന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല. കാരണം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരുടെ വീഡിയോസൊന്നും നമ്മൾ ആരും ഇരുന്ന് കാണുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ തന്നെ ഗ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓഫ് കോഴ്സ് ഇത് ആക്കും. അതല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ ക്രിറ്റിക് ഒപ്പീനിയൻ പറയും ആൻഡ് ഹേറ്റ്.
ഇതിൻ്റെ ഈ ഫ്രണ്ടോട്ട് ഈ വീഡിയോ പോകുന്ന സമയത്ത് എവിടെയോ ഗ്ലാമി പറയുന്നുണ്ട് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂർ മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അക്കൗണ്ട് എന്ന് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് വരുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇവരുടെ ലൈഫിൽ ഏതൊക്കെയോ സൈഡുകളിലായിട്ട് നല്ല രീതിയിൽ ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ കറൻ്റ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങളുടെ തീരുമാനമാണ്. അത് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാണ്ട് നിൽക്കാം. നിങ്ങൾക്കിത് റൈറ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡൺ. ഈ റൈറ്റിൽ കൂടെ എന്തായാലും ഫ്രണ്ടോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി ഈ പെർട്ടിക്കുലർ വ്യക്തി ഇവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതും കൂടെ കേട്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് വ്യക്തികളല്ലേ, 1-2 വ്യക്തികളുടെ കൺസെന്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പേര് പറയട്ടെ, മെൻഷൻ ചെയ്യട്ടെ, പേരല്ല നിങ്ങളൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോട്ടെ എന്ന് പറയണുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്, പറയുന്നതോ സംസാരിക്കുന്നതോ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ആയാലും ആ പുള്ളിക്കാരനായാലും അവർക്കായാലും ആ ഫാമിലിക്കായാലും ഒരു ബുദ്ധിമുട്ടാവരുത്. കാരണം അവർക്ക് സോഷ്യൽ മീഡിയയുടെ ടോക്സിസിറ്റിയോ സൈബർ ബുള്ളിങ്ങോ അവർക്ക് അറിയില്ല. അവർ ജീവിച്ചോട്ടെ, അവരവരുടെ ഒരു ജീവിതം അവർ ജീവിച്ചോട്ടെ. കാരണം അവരുടെ ജീവിതം അവർ ജീവിക്കണം, നമ്മളെ ജീവിതം നമ്മൾ ജീവിക്കണം. മറ്റൊരാളുടെ ലൈഫിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പാടില്ല. ഇനി അപ്പൂന് പറയണം, അപ്പൂൻ്റെ പത്ത് പറയും. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയണം, നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മളൊരു വ്യക്തിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൺസെൻറ്റ് ചോദിക്കണം എന്ന് പറയുന്നത്. ഈ കൺസെൻറ്റ് ചോദിക്കലൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ബ്യൂട്ടി വ്ളോഗ് കണ്ടന്റ് മാത്രമല്ല, അല്ലാണ്ട് നിങ്ങൾ പല കോണ്ടന്റുകളും നിങ്ങളുടെ മീഡിയയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമേനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നേരെ കയറിയ ഡയറക്ടറെയും ആ നടനെയും വിളിച്ച് കോൺടാക്ട് ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക്കായി ഇടുന്ന കോണ്ടന്റുകൾ എടുത്ത് സംസാരിക്കാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വിത്ത് റെസ്പെക്റ്റ് ആയിരിക്കണം. മോശമായ അബ്യൂസീവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭയങ്കരം ഇതാക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളൊന്നും സംസാരിക്കരുത് എന്നേ ഉള്ളൂ. വിത്ത് റെസ്പെക്റ്റ് നമുക്ക് ഏത് വിഷയത്തെക്കുറിച്ചിട്ടും നമ്മുടെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒപ്പീനിയൻ നിങ്ങൾ സ്വീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല, പറയാനുള്ളൊരു റൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും ബാക്കി കേൾക്കാം. അപ്പോൾ എനിക്ക് പറയാമെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടുമുണ്ട്. കാരണം ആ പുള്ളിക്കാരി ഇപ്പോൾ വേറൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുമുണ്ട്. നമ്മുടെ മോളുടെ കാര്യത്തിൽ നമ്മൾ നല്ല പോലെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, മോളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, അത് അവർ രണ്ടുപേരുടെ എടുത്ത തീരുമാനമാണ്. അത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കേണ്ട കാര്യമില്ല. അതെ എൻ്റെ മോളുടെ എന്നും പറഞ്ഞിറങ്ങേണ്ട ആവശ്യമില്ല. അത് അവരുടെ അടുത്ത തീരുമാനമാണ്. അതിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സത്യം. കാരണം എനിക്ക് ഇപ്പം എൻ്റെ പാസ്റ്റിൽ നടന്ന കാര്യം എനിക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഞാൻ കാരണം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ പറയില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ട് എനിക്കത് ക്ലാരിറ്റി വരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണത് തന്നെ. കാരണം ഞാൻ വേറൊരു ചാനൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞും ഉണ്ടെന്നൊക്കെ. കാരണം എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം അങ്ങനെയായിരുന്നു, അവർ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും സത്യമല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, എനിക്ക് കള്ളം പറയായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട ക്ലാരിറ്റി നല്ല അടിപൊളിയായിട്ട് ആൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചതാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി നല്ല രീതിയിൽ പോകാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, സെപ്പറേറ്റഡ് ആയി. അപ്പോൾ പുള്ളിക്കാരി ആളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ ജീവിതമായിട്ട് പോകുന്നു. ആൻഡ് പുള്ളിക്കാരിയും ഇപ്പോൾ കല്യാണം കഴിച്ച് വേറൊരാളുമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് തെറ്റാണുള്ളത്? കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് നിൽക്കണം എന്നാണോ? ആൻഡ് ഇവിടെ ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന വ്യക്തി ഈ പെർട്ടിക്കുലർ ആളിൽ ഹാപ്പി ആണെങ്കിൽ പിന്നെ അവിടെ എന്ത് പ്രശ്നമാണുള്ളത്? അത്രയേ ഉള്ളൂ. ഇത് പറയാത്തതായിരുന്നു എല്ലാവരുടെയും വിഷയം. അപ്പോൾ ഇവിടെ ഓപ്പൺ അപ്പായി ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞു. കല്യാണം കഴിച്ചതാണ്, കുട്ടിയുണ്ട്, മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആണ്, ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾ ഓൾറെഡി മാരീഡും ആണ്. ഇതിൻ്റെ ഫോട്ടോ റിമൂവ് ചെയ്തതെന്ന് കാരണം റിമൂവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ആൾക്കാരുടെയും തംബ്നെയിലായിട്ട് കാണേണ്ടി വരുമായിരുന്നു. സത്യമല്ലേ? കാരണം ഞാനാണ് പറഞ്ഞത്, അപ്പോൾ കൊച്ചിൻ്റെ ഫോട്ടോസ് എല്ലാം മാറ്റിക്കോ, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫോട്ടോസ് എല്ലാം മാറ്റിക്കോ, നമുക്കത് പുറത്ത് ഇടണ്ട, കാരണം ഫോട്ടോസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെത് മാറ്റിക്കോ എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരന് അറിയില്ല, പുള്ളിക്കാരൻ 2 ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 ചാനൽ വർക്ക് ചെയ്തിട്ടില്ലേ, 2 ചാനൽ 2-3 ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ലൈക്ക് അവരവരുടെ പേഴ്സണൽ കാര്യംസ് അല്ല പറയണം. ഒരാൾ അടുത്തൊരു വിഷയം
വന്നത് കുട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അതിവിടെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കുട്ടീൻ്റെ കാര്യത്തിൽ ഞാനും എൻ്റെ പാർട്ട്ണറും മീൻസ് എക്സ് പാർട്ട്ണറും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ആളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്ന കുട്ടിയുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ആളിപ്പോൾ കറൻറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനും ബന്ധപ്പെട്ടിട്ടും കുറേ നെഗറ്റീവ് കമൻസ് വന്നു. കാരണം ഗ്ലാമി വന്നതോടുകൂടി കുട്ടീനെ ഒഴിവാക്കിയോ അങ്ങനത്തെ രീതിയിലാണ് വരിക. അതിനും ആൾ ക്ലിയർ ആയിട്ട് മറുപടി തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുട്ടീൻ്റെ ഫോട്ടോ റിമൂവ് ചെയ്തത് റിയാക്ഷൻ വീഡിയോക്കാർ ഇത് തമ്മിലാക്കണ്ട എന്ന് കരുതിയിട്ടാണ്. കുറ്റം പറയാൻ പറ്റില്ല. ഇത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും ബേസിസിലായിരിക്കും അവർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഗ്ലാമി ഗംഗ വിവാഹ വിഷയത്തെ കുറിച്ചിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും ഉറച്ചെടുത്തൊരു തീരുമാനമാണ്. രണ്ടുപേരും ഇപ്പോൾ കറൻറ്റ്ലി ആ തീരുമാനത്തിൽ ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് തന്നെ മുന്നോട്ട് പോട്ടെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.